നമസ്കാരം. എത്ര സുന്ദര കേരളമാണല്ലേ. ഞാൻ പെരിയാറിൻ്റെ കൈവഴി മാഞ്ഞാലിയിലാണ്. മാഞ്ഞാലിയിലക്കരെ ടിപ്പുവിൻ്റെ ഒരു കോട്ടയുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ടം നടന്ന വഴി എന്ന് പറഞ്ഞു വരുമ്പോൾ വെടിമറ ഈ അടുത്താണ്. തിരുവിതാംകൂർ സൈന്യവും ടിപ്പുവിൻ്റെ സൈന്യം കൂടി ചെറിയ ചെറിയ പോരാട്ടങ്ങൾ ഉണ്ടായിട്ടുള്ളതിൽ വെടിമറയിലാണ് തിരുവിതാംകൂർ സൈന്യത്തിൻ്റെ ഒരു പോരാട്ടം നടന്നത്. നമ്മൾ ഈ കേരളത്തിൻ്റെ ഈ മനോഹാരിത എത്ര പറഞ്ഞാലും തീരില്ല എന്നുള്ളതാണ്. ഇത്രയും ദൈവികമായൊരു ഭൂമി വേറെ എവിടെയെങ്കിലും ഉണ്ടാവുമോ? ദൈവം എന്ന് പറഞ്ഞാൽ ഏറ്റവും സുന്ദരമായതിനെയല്ലേ നമ്മൾ ദൈവം എന്ന് പറയുക. കോവിഡ് കൊള്ളാമെന്നുള്ളൊരു വാർത്ത CNIG റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഇന്നലെ വരികയാണ്. അത് എങ്ങനെ വന്നു എന്നുള്ളത് ചോദിച്ചാൽ അതൊരു വല്ലാത്ത കഥയാണ്. കാരണം കോവിഡിൻ്റെ ഓരോ ഘട്ടവും നമ്മൾ ഒരു സുനാമി വന്ന പോലെയാണ് വന്നത്. നമ്മൾ തന്നെ പലവട്ടം അതിൻ്റെ ഓരോ വശങ്ങളും വിശദീകരിച്ചപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ ഓരോ ഘട്ടവും കടന്നു പോകുന്നത് അത്രയും ബുദ്ധിമുട്ടോടു കൂടിയാണ്. ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ ആളുകൾ ഇങ്ങനെ വഴിയിൽ മരിച്ചു കിടക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ആദ്യത്തെ കോവിഡ് മരണം ഉണ്ടാവുന്നത് 2020 മാർച്ച് 28 ആ സമയങ്ങളിൽ ആ കോവിഡ് മരണവുമായിട്ട് കൊച്ചിയിലാണ് ആദ്യത്തെ കോവിഡ് മരണം ഉണ്ടാവുന്നത്. ആൾക്കാർ ആ സമയത്താണ് ഈ കോവിഡിന് ഒരു ബിഗ് പർച്ചേസ് വേണ്ടത് വരുന്നത്. കാരണം എല്ലാ FHSകളിലും PPE കിറ്റ്, നമുക്കറിയാം ഈ പേരുകളൊക്കെ നമ്മൾ അപ്പം തന്നെ കേട്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതൊന്നും ഇപ്പോൾ നമ്മൾ അതുമായി ജീവിച്ച് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇപ്പം നമുക്ക് ഇതൊന്നും അങ്ങനെ അറിയുന്ന കാര്യമല്ല. ഇപ്പം തന്നെ പ്രവീണ് നമ്മുടെ സുഹൃത്ത് നമുക്കൊരു വീഡിയോ അയച്ചു തരുമായിരുന്നു. മനുഷ്യന്റെ പോക്കറ്റ് അടിച്ച് ഖജനാവിലെ പണം കൊള്ളയടിക്കാൻ ശൈലജ ടീച്ചറും ആരോഗ്യ വകുപ്പും ശ്രമിച്ച കഥ. ശൈലജ ടീച്ചറാണോ അതോ പിണറായിക്ക് വേണ്ടി ശൈലജ ടീച്ചർ നിന്നുകൊടുത്തതാണോ എന്ന് ടീച്ചറാണ് പറയേണ്ടത്. നേരത്തെ വിവാദമായി ഈ അഴിമതി ഒടുവിൽ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. CAG റിപ്പോർട്ട് ഇന്നലെ നിയമസഭയിൽ വെച്ചപ്പോൾ 10,23,00,000 രൂപയാണ് വില കൂടുതൽ കൊടുത്ത് PPI വാങ്ങിയ വകുപ്പിൽ സർക്കാരിന് നഷ്ടം. 2020 മാർച്ച് മാസം 28 550 രൂപയ്ക്ക് വാങ്ങിയ അതേ PPI 2 ദിവസം കഴിഞ്ഞ് 30 1550 രൂപയ്ക്ക് വാങ്ങി എന്ന് കൃത്യമായി CAG റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു. അതായത് 2 ദിവസം കൊണ്ട് ഒരു PPI കിറ്റിന് 1000 രൂപ കൂടി. സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് സാധാരണ വിലയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്ന 3 കമ്പനികളെ വേണ്ടത് വെച്ച് അവരുടെ കുറഞ്ഞ കോട്ട് വേണ്ടത് വെച്ചിട്ടാണ് സർക്കാർ വേണ്ടപ്പെട്ടവരിൽ നിന്നും ഈ ഉയർന്ന വിലയ്ക്ക് സാധനം വാങ്ങുന്നത്. 10 കോടി രൂപ നഷ്ടമുണ്ടാക്കിയപ്പോൾ എത്ര കോടി രൂപ കമ്മീഷനായി മന്ത്രിയുടെ പോക്കറ്റിൽ പോയി, അല്ലെങ്കിൽ മന്ത്രിയുടെ മൗനാനുവാദത്തോടെ പിണറായിയുടെ പോക്കറ്റിൽ പോയി എന്ന് തെളിയിക്കേണ്ട ബാധ്യത മന്ത്രിക്ക് മാത്രമാണ്. അതെ, ഈ CAG റിപ്പോർട്ടിൽ ചർച്ച ആവേണ്ടത് ഈ അഴിമതി മാത്രമല്ല. നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ മറുനാടൻ മലയാളി ഷാജസ്കറിയാണ്. ഇയാൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. കൊറോണിൽ എന്ന് പറഞ്ഞ ഒരു മരുന്ന് നമ്മുടെ ബാബ രാംദേവ് അവതരിപ്പിക്കുകയും അന്നത്തെ കേന്ദ്രമന്ത്രി ഹർഷവർദ്ധനും ഇന്നത്തെ ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ് അത് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആരെങ്കിലും എന്തെങ്കിലും അഴിമതി പറഞ്ഞു? ഏതെങ്കിലും CNIG എന്തെങ്കിലും പറഞ്ഞതായിട്ട് അറിയോ? സുപ്രീം കോടതി ഇയാളെ ഓടിച്ചിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം തന്നെ കേസുകൾ കഴിഞ്ഞിട്ടില്ല. പരസ്യമായിട്ട് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. നമുക്കറിയാം കോവിഡ് കൊള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കേന്ദ്രമന്ത്രിയായിരുന്ന രാജീവ് ചന്ദ്രശേഖറിൻ്റെ കോവിൻ ആപ്പ് ഡാറ്റ ഫുള്ളായിട്ട് ചോർന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഏറ്റവും സ്വകാര്യ വിവരങ്ങൾ അടക്കം ചോർന്നിരിക്കുന്നു എന്ന സുപ്രധാന വിവരമാണ് ദ ഫോർത്ത് ഇപ്പോൾ പുറത്തുവിടുന്നത്. ഫുള്ളായിട്ട് ചോർന്നു. ഇവിടെ സ്പ്രിങ്കിൾ ഡാറ്റ ചോരാത്തത് വിവാദമാക്കാൻ നടക്കുകയായിരുന്നു നമ്മുടെ മാധ്യമങ്ങൾ. വിരോധമില്ല. ഇന്നലെ ഈ ഒരു വാർത്ത വരുന്നതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ പല സുഹൃത്തുക്കളും വിളിക്കുകയുണ്ടായി. അതിൽ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അത് കേൾക്കേണ്ടതാണ്. കാരണം ഇതൊന്നുമല്ല, ഇതിനപ്പുറം നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയില് കോവിഡ് വരുന്നതിന് മുമ്പ് തന്നെ ഏകദേശം ഒരു ഓഗസ്റ്റോട് കൂടി ഏകദേശം ദുബായിൽ അതിന്റെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്തിരുന്നു. ഓഗസ്റ്റിലൊക്കെ ഇപ്പൊ വുഹാനിൽ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളതിന്റെ ഒരു ആപ്പ് ഞങ്ങൾക്ക് THന്ന് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആപ്പ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അതിന്റെ സ്റ്റാറ്റസ് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ആപ്പ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആപ്പ് നോക്കിയിട്ട് ഞങ്ങൾ നോക്കിയിരുന്നു ഇങ്ങനെ. അപ്പൊ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് വുഹാനിലാണ്, പിന്നെ അത് റെഡ് കൂടി വേൾഡ് വൈഡ് ആവുന്നത്. അതോടുകൂടി ആപ്പൊക്കെ സ്റ്റോപ്പായി. ഏതാണ്ട് ഒരു നവംബർ ഡിസംബറോട് കൂടിയൊക്കെ ആപ്പിന്റെ പ്രവർത്തനമൊക്കെ ആകെ കുളമായി. കാരണം എന്ന് വെച്ചാൽ അത്രയും പേഷ്യൻസ് ഈ റീജിയനിൽ കൂടി, ചൈന, നമ്മുടെ മിഡിൽ ഈസ്റ്റ് ഏരിയയിൽ കൂടി. അപ്പൊ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നു ജനുവരിയിലാണെന്ന് തോന്നുന്നു ഫസ്റ്റ് കേസ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. അതിന് മുമ്പൊക്കെ നവംബറോട് കൂടിയൊക്കെ ഡിസംബർ എൻഡ് ഡിസംബർ ഫസ്റ്റോട് കൂടിയൊക്കെ ഞങ്ങളുടെ
ഫസ്റ്റ് പേഷ്യന്റ് അവിടെ വന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു പേഷ്യന്റ് വന്നത് ഒരു ഇറാനിയൻ പേഷ്യന്റ് ആയിരുന്നു. അയാളൊരു ബോട്ടിൽ ഫെറി സർവീസ് നടത്തുന്ന ഒരാളായിരുന്നു. ഫെറി സർവീസിൽ ഇറാനിൽ വന്ന ആൾക്കാണ് ഫസ്റ്റ് കോവിഡ് കേസ്. അയാള് ഇത് ഡിറ്റക്ട് ആയെന്ന് കണ്ട ഫസ്റ്റ് പേഷ്യന്റ് ആണ്. അയാള് അവിടുന്ന് ഇറങ്ങി ഓടി. ഞങ്ങൾ ഹോസ്പിറ്റലിന് നിന്ന് ഇറങ്ങി ഓടി. അയാൾ കോവിഡ് പോസിറ്റീവ് ആണെന്ന് പറഞ്ഞപ്പോൾ അയാൾ ഇറങ്ങി ഓടി ചെയ്ത്. ആർക്കും പിടിക്കാനൊന്നും പറ്റില്ല. ഇത് ലോകത്തിൻ്റെ ഒരു അവസ്ഥയാണ്. ഇദ്ദേഹം അതിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അവിടുത്തെ വേൾഡ് വൈഡ് ആയിട്ട് ഹോസ്പിറ്റൽ ശൃംഖലയിൽ ഈ PPE കിറ്റ്, മാസ്ക് ഒന്നും ഇല്ലാതായി എന്നുള്ള വാർത്തകളൊക്കെ നമുക്കറിയാം. നമുക്കിപ്പോൾ അത് മനസ്സിലാവാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഇതുമായി കൂടിച്ചേർന്ന് ജീവിച്ചു തുടങ്ങി. നമുക്ക് മാസ്ക് പോലും ഉണ്ടായിരുന്നില്ല. കുടുംബശ്രീക്കാരാണ് മാസ്ക് തയ്ച്ചു തന്നിരുന്നത്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം നമുക്ക് ഏഷ്യാനെറ്റ് തന്നെ പറയുന്ന ഒന്ന് കേട്ടിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാം. വിദേശ രാജ്യങ്ങളിൽ ഉള്ളതുപോലെയോ ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയോ ഉള്ള രീതികളല്ല നമ്മുടെ കൊച്ചു കേരളത്തിലുള്ളത്. നമുക്ക് ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ സർക്കാർ തന്നെ സ്രവ പരിശോധന നടത്തി നമുക്ക് അസുഖമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കുന്നു സൗജന്യമായി. അതിനുശേഷം സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി ചികിത്സ നൽകുന്നു. ഒരു PPE കിറ്റ് 4 മണിക്കൂർ മാത്രമാണ് ഉപയോഗിക്കാനാവുക. ഒരെണ്ണത്തിന് ഏകദേശം 1200 രൂപ ചെലവിൽ ഒരാൾക്ക് ഒരു ഡ്യൂട്ടിയിൽ മിനിമം 2 തവണയെങ്കിലും മാറാനുള്ള എണ്ണം കിറ്റുകൾ വേണം. ഇപ്പോൾ സർക്കാർ നൽകുന്നത് സൗജന്യ ചികിത്സയാണ്. അതായത് കിറ്റുകളുടെ പണം പോലും രോഗികളിൽ നിന്ന് ഈടാക്കുന്നു. പലരുടെയും മാതൃകയായി ആ മാതൃക പഠിക്കാൻ വരുന്ന രീതിയിലേക്ക് വളർന്നിരിക്കുകയാണ്. കോഴിക്കോട് തുടങ്ങിയ കോവിഡ് ജാഗ്രതാ പോർട്ടലിലെ ഓക്സിജൻ മൊഡ്യൂളിന്റെ മാതൃക തേടിയാണ് ഇപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ. നമ്മൾ കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എന്താ പറയുക, ഇവർക്കാണ് ഇപ്പോഴത്തെ ഒരു കാലം. ഈ കാലം അതിജീവിക്കേണ്ടതുണ്ട്, യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ലോകത്തേക്ക് വരേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞാൻ ബിജു പവിത്ര. എല്ലാവർക്കും നന്ദി.